സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അടുത്ത യോഗിജി ഉദയം കൊണ്ടു എന്നാണ് പറയുന്നത്. സുവേന്ദു അധികാരിയുടെ കാര്യമാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വളരെ ക്ലിക്കായിട്ട് തോന്നി. കാരണം ഇവിടെ കിടന്ന് ആരെങ്കിലും ഗുണ്ടായിസം കാണിച്ചിട്ടുണ്ട്, എക്കത്തിനെ തട്ടി അകത്തിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാറുന്ന ബംഗാളിൻ്റെ ഒരു പ്രതിധ്വനിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുവരെയും അരാജകത്വമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സുവേന്ദു ഇന്നു അധികാരമേൽക്കുകയാണ്. എന്തായിരിക്കാം ഇനി വരുന്ന കാലത്ത് ബംഗാളിൽ സംഭവിക്കുക? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ബംഗാളിനെ സംബന്ധിച്ച് സുവേന്ദു അധികാരിക്ക് വലിയൊരു ജോലിയാണുള്ളത്. ഏത് തരത്തിലാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ സമൂലമായിട്ടുള്ള പരിവർത്തനം നടത്തിയത്, ഈ തരത്തിൽ ഒരു പരിവർത്തനം നടത്താൻ മിനിമം ബംഗാളിനെ സംബന്ധിച്ച് ഇന്നത്തെ എനിക്ക് 15-20 വർഷം വേണ്ടി വരും. അത്രയ്ക്ക് ദയനീയമാണ് ബംഗാളിൻ്റെ അവസ്ഥ. കാരണം ബംഗാളിൽ ഒരു സമയത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് 15 ലക്ഷം 20 ലക്ഷം മലയാളികളുണ്ടായിരുന്നു. മലയാളികളുടെ വലിയ കോട്ടയായിരുന്നു അത്. ദേശാഭിമാനിയുടെ ഒരു ഗോപിനാഥൊക്കെ തന്നെ ഉണ്ട്, അദ്ദേഹത്തിന് അവിടുത്തെ മലയാളി അസോസിയേഷൻ സെക്രട്ടറിയാണ്. സ്വന്തമായിട്ടുള്ള ബിൽഡിംഗ് ഉണ്ട്, 10,000 സ്ക്വയർ ഫീറ്റിലാണ് വലിയ ബിൽഡിംഗ് ഉള്ളത്. അങ്ങനെയുള്ള ബംഗാളിൽ നിന്നിപ്പോൾ മലയാളി അസോസിയേഷൻ ചുരുങ്ങി വളരെ ചെറുതായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ബംഗാളിൽ മലയാളികൾ വളരെ കുറഞ്ഞു. ഇന്നിപ്പോഴത്തെ നമ്പർ 1 ലക്ഷം ഉണ്ടോ സംശയമാണ്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം കൽക്കട്ടയായിരുന്നു. വേണമെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് വിളിക്കാവുന്ന രീതിയിൽ വലിപ്പം അതിനുണ്ടായിരുന്നു. ബ്രിട്ടീഷ് വൈസ്രോയുടെ സെൻറ്റർ അതായിരുന്നു. അങ്ങനെ വളരെ വലിപ്പമുള്ള ബംഗാള്, നിരവധി പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ, സാക്ഷരതയുടെ കാര്യത്തിൽ കേരളത്തോട് തുലനം ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു വലിപ്പമുള്ള സ്ഥലമായിരുന്നു ബംഗാൾ. ആ ബംഗാളിനെ ക്രമേണ കമ്മ്യൂണിസം വന്ന് കാർന്ന് തിന്ന് ബംഗാൾ ഏകദേശം നിലം പരിശായി. ബംഗാളിൻ്റെ അവസ്ഥ ഒരു 30 കൊല്ലക്കാലത്ത് ഇയാളുടെ ജ്യോതിബാസുവിൻ്റെ ഭരണം ഉണ്ടായിരുന്നു. ജ്യോതിബാസു ആ സ്ഥലത്ത് ബംഗാളിനെ പടിയടച്ച് പിണ്ണം വച്ച പോലെയാണ്. അതിനെ നശിപ്പിച്ച് 16 അടിയന്തരം നടത്തിയിട്ടാണ് ജ്യോതിബാസു പുറത്തുപോയത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബുദ്ധദേവ് ഭട്ടാചാര്യയെ ഏൽപ്പിച്ചു. ജനങ്ങൾ ബുദ്ധദേവ് ഭട്ടാചാര്യയെ ഇടിച്ച് വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്തു. പകരമായിട്ട് മമതാ ബാനർജിയെ കൊണ്ടുവന്നു. ഈ പറയുന്ന സ്ഥലത്തൊക്കെ ബംഗാളിൻ്റെ അവസ്ഥ അത്യന്തം ദയനീയമാണ്. ബംഗാളിൽ ഭക്ഷണം കിട്ടാൻ ആൾക്ക് നിവൃത്തിയില്ല, സാധനങ്ങളുടെ വില നിലവാരം പിടിച്ചിരുത്താൻ സാധിക്കുന്നില്ല, ഭരണത്തിൻ്റെ അവിടെയുള്ള ക്രമസമാധാന നില ആകെ തകരാറിലായിട്ട് മാതിരി. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർക്കും. അവർക്കൊക്കെ ജ്യോതിബാസുവും അത് കഴിഞ്ഞിട്ട് മമതാ ബാനർജിയൊക്കെ അവരുടെയൊക്കെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്ത്, റേഷൻ കാർഡിൽ അവർ പേരും കൂടി ചേർത്ത്, കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായിട്ട് കിട്ടുന്ന അരി മേടിച്ച് കൊടുത്തുകൊണ്ട് അവരെയൊക്കെ സംരക്ഷിക്കുന്ന പരിപാടിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് ഈ ബംഗാളിനെ സംബന്ധിച്ച് ഒരു വലിയ പതനത്തിൻ്റെ കാരണം അതാണ്. ബംഗാളിൽ അരക്ഷിതാവസ്ഥയായിരുന്നു. ബംഗാളിൽ മുഖ്യമന്ത്രിക്ക് സ്ഥലകാല ബോധമില്ലാത്തൊരു സ്ത്രീ അവരായിരുന്നു മമതാ ബാനർജി. അതുകൊണ്ടാണല്ലോ ഏറ്റവും ഒടുവിലും പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോലെ, അവസാനം പിരിച്ചുവിടേണ്ടി വന്നു ഗവർണർ. അല്ലെ, ഒരു ബോധമുള്ള സ്ത്രീയാണ് അവരെന്ന് പറയാൻ സാധ്യമല്ല. അവർ പഴയ കാലത്ത് കോൺഗ്രസ് ആയിരുന്നു. ഈ കോൺഗ്രസ്സുകാർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവർ പിടിച്ച് പുറത്താക്കിയത്. അങ്ങനെയാണ് അവർ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി. പിന്നെ അവർ അക്രമത്തിൻ്റെ ഭാഷ, ജ്യോതിബാസുവിൻ്റെ അതേ ഭാഷ തന്നെ അവർ വിനിയോഗിക്കാൻ തുടങ്ങിയ സമയത്താണ് അവർ ബംഗാൾ അധികാരത്തിലേക്ക് എത്തിയത്. ജ്യോതിബാസുവിൻ്റെ ശേഷം ജ്യോതിബാസുവിൻ്റെ പിൻഗാമിയായിട്ടാണ് തൃണമൂൽ എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അവർ അധികാരത്തിൽ വന്നത്. പക്ഷേ അതൊന്നും ഈ ബംഗാളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ബംഗാളിൽ അവർ വന്നതിന് ശേഷം കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഉണ്ടായില്ല. അവർ വന്ന് ആദ്യം ഉണ്ടാക്കിയത് അവിടെ വലിയൊരു ഫ്ലൈ ഓവർ ഉണ്ടാക്കി, ഒരു 6 കിലോമീറ്റർ നീളത്തിലുള്ള ഫ്ലൈ ഓവർ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡെവലപ്മെൻറ്റ് ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. നിരവധി സ്ഥലങ്ങളിൽ വലിയ പരാജയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ബംഗാളിൻ്റെ അത്രയ്ക്ക് നിവൃത്തികേടാണ്. നമുക്ക് കേരളത്തിൽ അറിയാലോ. കേരളത്തിൽ ഇന്ന് ജോലിക്കാരാരെ കേരളത്തിൽ കിട്ടുക? മുഴുവൻ ബംഗാളികൾ കിട്ടുക. എന്താ കാരണം? അവിടെ മമതാ ബാനർജിയുടെ ഭരണമാണ്. അതിനും ആരാ ഭരിച്ചത്? ജ്യോതിബാസുവാണ് ഭരിച്ചത്. ജ്യോതിബാസു ഭരിച്ച സമയത്തുണ്ടായിരുന്ന CPM-ൻ്റെ LC സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും അതേപോലെ തന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും ഒക്കെ ഇന്ന് കേരളത്തിൽ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുക, ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊറോട്ട അടിക്കുന്നവരും ചായ ഉണ്ടാക്കുന്നവരും തെങ്ങേറ്റ തൊഴിലാളികളും അല്ലെങ്കിൽ മെയ്സൺ വർക്കിന് വരുന്ന ആളുകളും മുഴുവൻ ബംഗാളികളായത് ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാരവാഹികളായിരുന്ന ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ മുഴുവൻ പോയല്ലോ. അത് മുഴുവൻ തൃണമൂൽ കോൺഗ്രസ്സുകാർ അടിച്ചു മാറ്റി. കുറേ എണ്ണം അവർ RSSനും BJPക്ക് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക് അവർ വിറ്റ് പണം വാങ്ങിച്ചു, ലോക്കൽ ആളുകൾ. ഇപ്പോൾ ഈ BJP വിജയിച്ചതിന് ശേഷം കോൺഗ്രസിനും CPM-നും അവിടെ ഓഫീസ് തുറക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായി. അതെ, CPM-ന് ഇപ്പോൾ ഒരു 3-4 ഓഫീസുകൾ, പഴയ ഓഫീസുകൾ തിരിച്ചു തുറക്കാൻ പറ്റി. കാരണം തൃണമൂൽ കോൺഗ്രസിന് ആളുകളില്ല. അതെ, പൂട്ടിക്കിടന്ന ക്ഷേത്രം തുറക്കുന്നു. ഈ ബംഗാളിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്, അത് നമുക്കറിയാം. ഇതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇനി എന്തെല്ലാമായിരിക്കും ഒരുപക്ഷെ അവിടെ സംഭവിക്കും? എന്തെല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ബംഗാളിന് അടിമുടി മാറ്റം വരണം.
ബംഗാൾ വലിയൊരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ബംഗാൾ. കാരണം ജ്യോതിബാസുവും അതിനുശേഷം മമതാ ബാനർജിയും ആ സംസ്ഥാനത്തെ കട്ടുമുടിച്ച് ഭരിച്ച് നശിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്ത് സാധാരണക്കാരന് തൊഴിൽ കിട്ടണം. അവിടെ സാധാരണക്കാരന് തൊഴിൽ കിട്ടാൻ നിവൃത്തിയില്ല. ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കുടിയേറ്റക്കാരെ നിയന്ത്രിക്കണം, കുടിയേറ്റക്കാരായിരിക്കുന്ന ആളുകളെ പറഞ്ഞു വിടണം. അങ്ങനെ ബംഗാളികൾക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പോൾ സുവേന്ദു അധികാരിയെ സംബന്ധിച്ച് ചെറിയ പണിയൊന്നുമല്ല വരിക. കാരണം അവിടെ തൊട്ടടുത്താണ് ബംഗ്ലാദേശ് ഉള്ളത്. ബംഗ്ലാദേശിൻ്റെ അതിർത്തി ഏകദേശം ഒരു 50 മീറ്റർ മറ്റേ ഉള്ളൂ. ചെറിയൊരു പുഴയുണ്ട്. അതേപോലെ തന്നെ അവിടെ പല സ്ഥലത്ത് ഫെൻസിങ് പോലും ഇല്ല. അങ്ങനെ ആളുകൾക്ക് യഥാവിധി യാത്ര ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് നമ്മുടെ കൽക്കട്ടയിൽ നിന്ന് ആരും ബംഗ്ലാദേശിലേക്കല്ല പോവുക. അവിടെ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്കാണ് വരിക, ബംഗാളിലേക്കാണ് വരിക. അവരെ താങ്ങാനുള്ള കരുത്ത് ബംഗാളിനില്ല. ഉള്ള സമയത്ത് സുവേന്ദു അധികാരി ആദ്യം ചെയ്യേണ്ടി വരുന്നത് അവിടെ കറക്റ്റ് ഫെൻസിങ് ഇടേണ്ടി വരും. അവിടെയുള്ള വിദേശികളായിരിക്കുന്ന ആളുകൾ പൂർണ്ണമായിട്ട് തടഞ്ഞു നിർത്തേണ്ടി വരും. ബംഗാളികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടി വരും. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പോലുമല്ല, ഒരു നേരത്തെ ആഹാരം കിട്ടാൻ നിവൃത്തിയില്ലാത്ത ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ കൂലിക്ക് ജോലിക്കാരെ കിട്ടുന്ന സംസ്ഥാനമായിട്ട് ബംഗാൾ മാറിയിട്ടുണ്ട്. ഞാൻ ബംഗാളിൽ പോയിരുന്നു ഒരിക്കൽ, കൽക്കട്ടയിൽ പോയിരുന്നു. കൽക്കട്ടയിൽ 125 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷൻ നിങ്ങൾക്ക് ജോലിക്ക് കിട്ടും. ഒരു സ്ത്രീയെ കിട്ടാനായിട്ട് 80 രൂപ കൊടുത്താൽ മതി. അവിടെ വഴിവെക്കൽ ചായക്കടകളുണ്ട്, എവിടെയൊക്കെ 2 രൂപ കൊടുത്താൽ ചായ കിട്ടും. ഒരു ചട്ടിയിലാണ് ചായ കിട്ടുക. അങ്ങനെയുള്ള വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ബംഗാളിൽ ഇപ്പോൾ ഉള്ളത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സുവേന്ദു അധികാരി വലിയൊരു ഹോംവർക്ക് ചെയ്യണം. ഈ ഹോംവർക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് BJPയെ സംബന്ധിച്ച് ഏത് തരത്തിലാണ് ഉത്തർപ്രദേശിനെ യോഗി ആദിത്യനാഥ് മാറ്റിയെടുത്തത്, ഗുണ്ടാരാജിൽ നിന്നും അതേപോലെ തന്നെ ജനങ്ങളുടെ ഏറ്റവും വലിയ പരിതാപകരമായുള്ള അവസ്ഥയിൽ നിന്നും മാറ്റിയെടുത്തത്, ഈ മാറ്റിയെടുത്തുള്ള അവസ്ഥയ്ക്ക് ബംഗാളിനെ സംബന്ധിച്ചുകൊണ്ട് അവിടെ ഒരിക്കലും ഉത്തർപ്രദേശിനെ പോലെ തന്നെയാണ്. അവിടെ മുസ്ലിങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അവിടെ മറ്റുള്ള ആളുകൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ പ്രധാനമായിട്ട് വരുന്നത് വിദേശികളെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബംഗാളിൻ്റെ ഉന്നമനം ലാക്കാക്കിക്കൊണ്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യലാണ്. അങ്ങനെ അവിടെ റോഡിൻ്റെ വികസനം വേണ്ടി വരും, അത് അനിവാര്യമാണ്. അവിടെയുള്ള കെട്ടിടങ്ങൾ സംരക്ഷിക്കേണ്ടി വരും, അവിടെയുള്ള ഗതാഗതങ്ങൾ സാധാരണയിലേക്കാക്കേണ്ടി വരും, തൊഴിൽ കിട്ടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും, തൊഴിൽശാലകൾ പുതുതായിട്ട് ആരംഭിക്കേണ്ടി വരും. ഒരു കാലത്ത് അവിടെ ഒരു തൊഴിൽശാലയില്ല. അവിടുത്തെ വളരെ ദയനീയമാണ് അവസ്ഥ. ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ വേറെ മാർഗങ്ങളില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട, കേരളത്തിലേക്കൊക്കെ വരുന്ന ട്രെയിനുകൾ ഒരു റിസർവേഷൻ ഇല്ലാതെ കണ്ട ആയിരക്കണക്കിന് ആളുകൾ ആ ട്രെയിനിൽ കയറി തമ്പടിക്കുന്ന ഏർപ്പാടാണ് അവിടെ ഉള്ളത്. നമ്മൾ അവിടുന്ന് ട്രെയിനിനെങ്ങാൻ വരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ സ്ലീപ്പർ ക്ലാസ്സിനെങ്ങാൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ സാധ്യമല്ലാത്ത രീതിയിൽ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട്, ടിക്കറ്റ് എടുക്കാത്ത ആളുകളെ കൊണ്ട് നിറയുന്നൊരു സംസ്ഥാനം കൽക്കട്ടയാണ്. ഈ കൽക്കട്ട വിവേകാനന്ദൻ്റെ കൽക്കട്ടയാണ്. ഈ കൽക്കട്ട എന്ന് പറയുന്നത് രാമകൃഷ്ണ പരമഹംസരുടെയും രാജാറാം മോഹൻ റോയുടെയും കൽക്കട്ടയാണ്. അങ്ങനെയുള്ള രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൽക്കട്ടയാണ്. ഈ പറയുന്ന കൽക്കട്ട ഈ പതനത്തിലേക്ക് എത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരിക്കുന്ന ജ്യോതിബാസുവും അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്ന മമതാ ബാനർജിയാണ്. അവരുടെ രണ്ടുപേരുടെയും ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയും ഗുണ്ടായിസവും അതിൽ നിന്ന് ബംഗാളിനെ രക്ഷിക്കേണ്ട വലിയൊരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് സുവേന്ദു അധികാരിയെ സംബന്ധിച്ചുള്ളത്. അത് നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു ഹോംവർക്കിൻ്റെ അനിവാര്യതയുണ്ട്. ആ ഹോംവർക്ക് അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ ബംഗാൾ രക്ഷപ്പെടും. കാരണം ബംഗാളികൾ തൊഴിലെടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണ്. കേരളത്തിൽ വരുന്ന അവരുടെ അവസ്ഥ നമുക്കറിയാം. കേരളത്തിലേക്കുള്ള ബംഗാളികളുടെ ഒഴുക്ക് തടയാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ 4-5 കൊല്ലം കൊണ്ട് സാധ്യമാവണം നിർബന്ധമില്ല, സമയമെടുത്തേക്കാം. പക്ഷെ എങ്ങനെയാണെങ്കിൽ തടയേണ്ട അനിവാര്യമാണ്. തടഞ്ഞില്ലെങ്കിൽ ബംഗാളികൾക്കും ഗുണമല്ല, ബംഗാളിൽ മുഴുവൻ ബംഗ്ലാദേശികളും ആ ബംഗാളികളും ബംഗ്ലാദേശികളും ചേർന്നുകൊണ്ട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന 2 സംസ്ഥാനത്തിൻ്റെ നാശമാണ് ഉണ്ടാകുന്നത്. അത് ബംഗാളും തുടർന്ന് കേരളവുമാണ്. അതിനെ തടയാൻ വേണ്ടിയിട്ട് ബംഗാളിലെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവണം. അതിന് സുവേന്ദു അധികാരിക്ക് സാധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.